ഹായ്. കാരണം ഈ 25,000 രൂപ കൊടുത്ത് ഈ ഒരു ഐഫോൺ 16 പ്രോ മാക്സ് വാങ്ങേണ്ട കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരാണ്. കാരണം ഇതൊന്നിട്ട് 5 ടോൾ സ്റ്റോറേജ് ഉണ്ട്, സൂപ്പർ സാധനം. ഗെയിമിങ്ങിന് പൊളി എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ പറയുന്നത്. ഗെയിമിങ്ങിന് പൊളി സാധനം. വീഡിയോ പെർഫോമൻസ്, ക്യാമറ പെർഫോമൻസ് പൊളി, ഒരു രക്ഷയില്ല. ആ സൈസ് ക്യാമറയാണ് ഇതിൽ കണ്ട് കടുപ്പിച്ച് വെച്ചേക്കുന്നത്. കണ്ടില്ലേ? പൊളിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തല ഇറങ്ങി ഇവിടെ വീഴുമെന്ന് പറഞ്ഞു. ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ തല ഇറങ്ങി വീഴുമെന്ന് പറഞ്ഞു. ഞാൻ ഓൾറെഡി പൊളിച്ച് വെച്ചേക്കാണ്. കണ്ടില്ലേ? അടിപൊളി, നല്ല രസമുണ്ട്. ബാക്ക് ഇത് നമുക്ക് ഓരോന്നായിട്ട് വിലയിടാം കേട്ടോ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മൾ ഐഫോൺ 16 പ്രോ മാക്സ് 25,000 രൂപയ്ക്ക് വാങ്ങിയ ഐഫോൺ 16 പ്രോ മാക്സിനെ കുറിച്ചാണ് പറയുന്നത്. ഇത് വന്നിട്ട് ഗൾഫ് പർച്ചേസാണേ, ഗൾഫിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവന്ന സാധനം. ഇത് വന്നിട്ട് 5 ടോൾ സ്റ്റോറേജ് ഉണ്ട്, സൂപ്പർ സാധനം. ഗെയിമിങ്ങിന് പൊളി എന്നാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആൾ പറയുന്നത്. ഗെയിമിങ്ങിന് പൊളി സാധനം. വീഡിയോ പെർഫോമൻസ്, ക്യാമറ പെർഫോമൻസ് പൊളി, ഒരു രക്ഷയില്ല. ആ സൈസ് ക്യാമറയാണ് ഇതിൽ കണ്ട് കടുപ്പിച്ച് വെച്ചേക്കുന്നത്. കണ്ടില്ലേ? അത്ര ഹൈറ്റും വെയിറ്റും എല്ലാം ഉള്ള സാധനമാണ്. മുമ്പ് നമ്മൾ ചെയ്ത പോലെ ഒന്നുമല്ല, ഇതൊന്നിട്ട് പൊളി സാധനം. ആൾ പറയുന്നത് പൊളിയാണെന്നാണ്. അപ്പം ഇത് വന്നിട്ട് ഗൈസ് 25,000 രൂപ കൊടുത്ത് അവിടെ നിന്ന് കൊണ്ടുവന്നിട്ട് നമ്മുടെ നാട്ടിലോട്ട്, കേരളത്തിലോട്ട് കൊണ്ടുവന്നിട്ട് ഗൈസ് ഏകദേശം ഒരാഴ്ച 7 ദിവസമേ ആകുന്നുള്ളൂ ഇതിവിടെ എത്തിയിട്ട്. ഇവിടെ എത്തി ഐക്ലോഡ് കാര്യങ്ങൾ ലോക്കലിനായിട്ട് സൂപ്പർ യൂസിങ് ആണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ലായിരുന്നു. സൂപ്പർ യൂസ്. പെട്ടെന്നാണ് താഴെ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നിടയിൽ 2 പിള്ളേരായിട്ട് ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ താഴെ പോയതിന് ശേഷം സെറ്റ് ഓണാവുന്നില്ല ഗൈസ്. പണി കിട്ടിയെന്നാണ് തോന്നുന്നത് കേട്ടോ. അപ്പോൾ ഓണാവാത്ത കാരണം കൊണ്ടാണ് എൻ്റെ അടുത്ത് ഇത് കൊണ്ടുവരേണ്ട കാര്യം. ജസ്റ്റ് ഇത് നമുക്ക് നോക്കാം എന്താണ്. അങ്ങനെ ഞാൻ കൊണ്ടുവന്ന് ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ് സാധനം, ഒറിജിനൽ അല്ല, കോപ്പി. 25,000 രൂപയ്ക്കൊക്കെ വാങ്ങാൻ പോയി നമ്മളിവിടെ 6,000 രൂപയ്ക്ക് ഞാൻ കൊടുത്തിട്ടുണ്ട്. സെയിം സാധനം കൊടുത്തിട്ടില്ല, ഇതിനെക്കാട്ടി ലോക്കൽ സാധനം. ഇത് നല്ല വെയിറ്റൊക്കെ ഉണ്ട് കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, ഇച്ചിരി വെയിറ്റും കാര്യങ്ങളൊക്കെ ഇതിനുണ്ട്. കാണാൻ നല്ല ഐഫോണിൽ എവിടെ നോക്കിയാണ് കാണാൻ നല്ല രസമില്ലേ. ഞാൻ ഇപ്പോൾ ഇത് പൊളിച്ച് കേട്ടോ, പൊളിച്ച് ഹീറ്റൊക്കെ കൊടുത്ത് പൊളിച്ച് ഇവിടെ കുറച്ച് ഉരുവിയൊക്കെ പോയി. പിന്നെ നമുക്കിത് പൊളിച്ച് നോക്കാമല്ലേ, എല്ലാവർക്കും ഒരു ആകാംക്ഷ കാണും. ഇത് കൊണ്ടുവന്ന ആളുടെ ഞാൻ പറഞ്ഞു ഇത് കോപ്പിയാണ്. ഇത് പൊളിച്ച് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തല ഇറങ്ങി ഇവിടെ വീഴുമെന്ന് പറഞ്ഞു. ഒരാഴ്ചയല്ലേ ആയുള്ളൂ, അപ്പോൾ ഉറപ്പായിട്ട് നിങ്ങൾ തല ഇറങ്ങി വീഴുമെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളിക്ക് ഞാൻ പൊളിച്ച് കാണിച്ചു കൊടുത്തു. അയാൾ തലകറങ്ങിയൊന്നും വീണില്ല. അശ്വടാ, ഇതിനാണ് ഒരു ഇത്ര വില കൊടുത്ത് വാങ്ങിച്ചത്, 25,000 രൂപ. ഇവിടുത്തെ 25,000 രൂപ ചേട്ടാ, ഇന്ത്യൻ മണിയാണ് 25,000 രൂപ ആയത്. അപ്പം ഇതിൻ്റെ അകത്ത് കാണണമെന്നുണ്ട് അത് നിങ്ങൾക്ക് ഗൈസ്. വീഡിയോ നമുക്ക് കണ്ടുവെക്ക്, നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് പോകാം. ഞാൻ വലുതായിട്ടൊന്നും പൊളിച്ചില്ല, ജസ്റ്റ് ബാക്ക് ഡോർ മാത്രം ഇളക്കിയപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി. പക്ഷെ ഇത് വിറ്റ ആൾ എന്ത് പറഞ്ഞെന്നറിയാമോ, ഇത് ക്യാമറ വന്നിട്ട് ഡിസ്പ്ലേയിലാണ് വരുന്നത്. തൻ്റെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഡിസ്പ്ലേക്ക് അകത്ത് ഇങ്ങനെ നീങ്ങത്ത് ബ്ലാക്ക് ഒക്കെ വരുന്നുണ്ടെന്ന്. ഇവിടെ ഡിസ്പ്ലേ ക്യാമറയുടെ 2 സൈഡ് കാണുന്നുണ്ടോ, ഇങ്ങനെ റൗണ്ടിൽ ഒരു ബ്ലാക്ക് ഒക്കെ വരും. അപ്പം അങ്ങനെ വരുന്നതാണ് ഒറിജിനൽ എന്ന് പറഞ്ഞാണ് പുള്ളിക്ക് ഇത് കൊടുത്തേക്കുന്നത്. മനസ്സിലായി? ഡിസ്പ്ലേയിൽ ബ്ലാക്ക് ഇതൊക്കെ വരുന്നതാണ്. നമ്മൾ അങ്ങനെ ബ്ലാക്ക് ഒക്കെ വരുന്നത് എത്ര എണ്ണം കൊടുത്തിരിക്കുന്നത്? 6,000 രൂപയ്ക്ക് 5,500 രൂപയൊക്കെ ഗൈസ്. ഇത് വന്നിട്ട് കോപ്പിയാണ്, ഒറിജിനലല്ല. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മൾ കയറുമ്പോൾ അല്ലാതെ നമുക്കിത് കാണുമ്പോൾ മനസ്സിലാവും. പക്ഷേ ഈ പുള്ളിക്കത് ഇത് കുറച്ച് ഫിനിഷിങ് സാധനം കേട്ടോ. അതിൻ്റെ സൈഡ് ഫിംഗർ ഇത് ഒറിജിനൽ എന്ന് പറഞ്ഞ് വാങ്ങിക്കണമെങ്കിൽ എൻ്റെ പൊന്നെ അവളെ സമ്മതിക്കണല്ലേ. സാധാ ക്യാമറയ്ക്ക് നല്ല ഹൈറ്റ് ഇരിക്കണം. അപ്പോൾ അമ്മാതിരി ക്യാമറ ക്വാളിറ്റിയും കണ്ടപ്പം പുള്ളി അങ്ങ് വാങ്ങിച്ചു പോയി. നമുക്കിത് പൊളിച്ചു നോക്കാം. ഞാൻ ഓൾറെഡി പൊളിച്ച് വെച്ചേക്കാണ്. കണ്ടില്ലേ? അടിപൊളി, നല്ല രസമുണ്ട്. ബാക്ക് ഇത് നമുക്ക് ഓരോന്നായിട്ട് വിലയിടാം കേട്ടോ. ഗ്ലാസ്സിന് കൊടുക്കാൻ വരെ 500 രൂപ കൊടുക്കാം. ബാക്ക് ഗ്ലാസ്സിന് മാത്രം ഒരു 500 രൂപ. നല്ല ക്വാളിറ്റി, അടിപൊളി ഗ്ലാസ്. ഇത് ഗ്ലാസ് അല്ല, ഇത് ഗ്ലാസ് തന്നെ, ഗ്ലാസ്സാണ്. പിന്നെ ഇതിൻ്റെ അകത്തോട്ടുള്ള സാധനങ്ങൾ, ക്യാമറയുടെ ഹൈറ്റ് ഉണ്ടോ? എൻ്റെ പൊന്നെ, ഭയങ്കരമായ ഹൈറ്റിലാണ് ക്യാമറ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നിങ്ങളും പോയി ഇങ്ങനെ വലിയ ബോഡി കണ്ടീഷൻ കണ്ട ഒറിജിനൽ എന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയില്ല കേട്ടോ. നല്ല ക്വാളിറ്റിയിൽ നിങ്ങൾക്ക് ക്യാമറ പെർഫോമൻസ് ഉണ്ട്. നമുക്കിത് ജസ്റ്റ് ഒന്ന് പൊളിച്ച് കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. ഗൈസ് ഇത് വന്നിട്ട് 2 സിം ഇടാൻ പറ്റും കേട്ടോ. 2 സിമ്മ്, മെമ്മറി കാർഡ് ഇടാം ഐഫോണിൽ. ഏറ്റവും പൊന്നെ ഗൈസ്, നമുക്ക് ഇതിലോട്ട് പൊളിക്കാൻ പോകണേ. ഫ്ലാഷ് ലൈറ്റ്, ക്യാമറ സൈഡൊക്കെ എന്തരാണെന്നൊന്നും എനിക്ക് അറിയത്തില്ല. കാണാൻ നല്ല ലുക്കായിട്ടൊക്കെ ഇരിക്കുന്നു.
ഇത് ഓരോന്നായിട്ട് എനിക്ക് വിലയിടാൻ പറ്റും കേട്ടോ. സൈഡ് ഫിംഗറൊക്കെ കൊടുത്തിരിക്കുന്നു, വർക്കിംഗ് ആണോന്നൊന്നും അറിഞ്ഞൂടാ, നോക്കാം. ഒരുപാട് സ്ക്രൂ ഉണ്ട് കേട്ടോ, 25 സ്ക്രൂ ഉണ്ട്. വൗ ഗൈസ്, ഇതാണ് കണ്ടില്ലേ, 3 ക്യാമറ ഉണ്ടായിരുന്നു. പൊളിച്ചപ്പോൾ ഒറ്റ ക്യാമറയേ ഉള്ളൂ, ബാക്കി ക്യാമറയൊക്കെ അവിടെ പോയി പറ. ഇതായിരിക്കുന്നു, ഇതൊക്കെ ഡെമോ ആണ് കണ്ടല്ലേ. 2 ക്യാമറ ഡെമോ ആണ്, 2 ബിടോ ക്യാമറ വെച്ചിരുന്ന 2 ഡെമോ ആണ്. ഇരിക്കുന്നതാണ്ട ഈ ഒറ്റ ക്യാമറ ആണ്. iPhone 25,000 രൂപയുടെ iPhone 16 Pro Max ഈ ഗതിയായി ഗൈസ്. നമ്മൾ വില കുറച്ച് കാണുമ്പോൾ എടുക്കുമ്പോഴുള്ള വിഷയമാണ്, ഇതൊക്കെയാണ് വിഷയം. കുറച്ച് ദിവസം ഉപയോഗിക്കാം. കണ്ടില്ലേ, ബാറ്ററി ഉണ്ട്. ഇതിനൊക്കെ പ്രത്യേകം വിലയിടാണെങ്കിൽ ഇത് ഗ്ലാസ്സിന് നമ്മളൊരു 500 രൂപ കിട്ടും. പിന്നെ ഇതൊരു ബാറ്ററിക്ക് ഒരു 400 രൂപ, അതിൽ കൂടുതൽ ബാറ്ററിക്ക് ഇല്ല. ഇത് ചൈന ക്വാളിറ്റി ബാറ്ററിയാണ് വരുന്നത്. 400 രൂപ കൂടുതൽ ഈ ബാറ്ററിക്ക് വിലയിടാൻ നമ്മളെ കൊണ്ട് പറ്റില്ല. ഇത് വേറെ സൈറ്റിലൊക്കെ മാച്ചാവും, കോപ്പി സൈറ്റിലൊക്കെ മാച്ചാവും. ഒരു 400 രൂപ വിലയിടാനേ പറ്റുള്ളൂ. പിന്നെ റിംഗർ, ചാർജ് ബോട്ട്, അത് ഇതെല്ലാം കൂടെ ഒരു 500 രൂപ, സ്പീക്കർ എല്ലാം കൂടെ ഒരു 500 രൂപ, എല്ലാം കൂടെ ഒരു 1500 രൂപയുടെ സെറ്റിനാണ് 25,000 രൂപ കൊടുത്തത്. പിന്നെ ഡിസ്പ്ലേ കുറച്ച് ദിവസം ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഒരു 5,000 രൂപ ഡിസ്പ്ലേ കിട്ടണം കേട്ടോ. ഡിസ്പ്ലേക്കാണ് വില, വേറെ ഒന്നിനും വിലയില്ല ഈ സെറ്റിൽ. ഈ കാണേണ്ട ഈ ഒരു സാധനത്തിൽ വേറെ ഒന്നിനും വിലയില്ല. ക്യാമറ കണ്ടില്ല, ഈ ചെറിയൊരു ക്യാമറയാണ്. ഇതാണ് ഹൈ ക്വാളിറ്റി ക്യാമറ എന്നൊക്കെ പറഞ്ഞു ഉള്ളത് തന്നെ. എന്തോ ആൾ ഉപയോഗിച്ച ആളുകൾ ഭയങ്കരമായ ക്യാമറ ക്വാളിറ്റിയാണ്. ഒരു ക്യാമറ ക്വാളിറ്റി ഇല്ല, ഡപ്പ സാധനം. പിന്നെ ഇതിൽ എടുത്ത് പറഞ്ഞിട്ട് ഒന്നുമില്ല. ഡിസ്പ്ലേയുടെ നടുക്ക് ഒരു ക്യാമറ വരുന്നുണ്ട്, അത് ചിലപ്പോൾ സെൽഫി ക്യാം. ഇതാണ് സാധനം, ഈ ഒരു സാധനമുണ്ട് സെൽഫി ക്യാമറ. അത് വന്നിട്ട് ചിലപ്പോൾ കുറച്ച് ക്വാളിറ്റി കാണുമെന്ന് തോന്നുന്നു. വേറെ ക്വാളിറ്റി ഇത് വേറെ സംഭവമൊന്നുമില്ല. ചൈന മുമ്പൊക്കെ ചൈന സാധനം വില കുറച്ച് വാങ്ങിക്കില്ല. ഇപ്പോൾ ചൈന സാധനങ്ങൾ പൈസ കൊടുത്ത് വില കുറച്ച് കൊടുത്ത് വാങ്ങും. വില കൊടുത്താണ് നമ്മൾ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അത്ര വില എടുത്ത് പറയാനുണ്ട്. ബാറ്ററി കുറച്ച് വില ഉണ്ട്, 400 രൂപ ബാറ്ററിക്ക് വില ഉണ്ട്. സ്പെയർ ഇതെല്ലാം കൂടെ ഒരു 1500 രൂപ. പിന്നെ ഡിസ്പ്ലേക്ക് ഒരു 2000 ഇട്, എല്ലാം കൂടെ ഒരു 3500 രൂപ. ആ വിലയ്ക്കാണ് നമ്മൾ സെറ്റ് ഇവിടെ സെയിൽ ചെയ്യുന്നത്. അതിനെയാണ് ഗൾഫിൽ നിന്ന് 25,000 രൂപ എടുത്ത് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ കൊണ്ടിട്ട് പൊട്ടിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത്രയേ ഉള്ളൂ സാധനം. അപ്പോൾ ഈ iPhone 15 Pro Max ഗൈസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്ത് ഒന്നേ ഉള്ളൂ ഡപ്പ സാധനം ഗൈസ്. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും എടുത്ത് കാണിക്കാം. നിങ്ങളുടെ ഡൗട്ടുകളൊക്കെ തീരുന്നില്ലല്ലോ. ഇതൊക്കെയാണ് 25,000 രൂപയ്ക്ക് കൂടിയ സെറ്റുകളൊക്കെ തരുമ്പോൾ കണ്ണ് അടച്ചുകൊണ്ട് വാങ്ങാൻ നിൽക്കരുത്. അവർ പറയും ഇന്നതാണ് ഒറിജിനൽ. അറിയാവുന്ന ഒരാളെയും കൊണ്ട് തന്നെ വാങ്ങണം. അല്ലാതെ നമ്മൾ ഈ കുറഞ്ഞ വിലയ്ക്ക് കിട്ടുന്ന ഒരുപാട് പേര് ഇങ്ങനെ പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ അറിവിൽ നമ്മൾ എപ്പോഴും കാണുന്നില്ല. എൻ്റെ അറിവിൽ ഒരുപാട് പേര് ഇങ്ങനെ ഐഫോൺ എന്ന് പറഞ്ഞൊക്കെ ഡ്യൂപ്ലിക്കേറ്റ് സാധനമൊക്കെ വാങ്ങിച്ച് ഉപയോഗിച്ചുകൊണ്ട് നടക്കും. ഞാൻ ഈ ഇടയ്ക്കും കൊടുത്ത് 5,500 രൂപയ്ക്ക് iPhone 15 Pro Max എൻ്റെ ഉണ്ടായിരുന്നു. നമ്മൾ വീഡിയോ കണ്ട് വന്ന ആൾ തന്നെ അത് കണ്ട് നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്നതാണ് സാധനം, കോപ്പിയാണ് സാധനം, ഒറിജിനൽ അല്ല. ആവശ്യമുണ്ടെങ്കിൽ മാത്രം എടുക്കുക, അല്ലാതെ നിങ്ങൾ കൊണ്ടുപോയിട്ട് ഡിസ്പ്ലേ പോയിരിക്കണം കേട്ടോ സാധനം. വേറെ കുഴപ്പമൊന്നുമില്ല, ഡിസ്പ്ലേ അടിച്ച് പോയിരിക്കുകയാണ്. പിന്നെ ഡിസ്പ്ലേക്ക് ഇവിടെ ഒരിടത്ത് പോയിട്ടൊരു കാര്യമില്ല, ഒരിടത്ത് പോയാലും കിട്ടില്ല. ഗൾഫിൽ അയച്ചു കൊടുത്താൽ കിട്ടുമോ? അതും കിട്ടൂല, വേസ്റ്റ്. എല്ലാവരുടെയും സംശയമാണ് ഗൾഫിൽ ഇത് കയറ്റി വിട്ടുകൊടുത്ത് അവിടെ കൂട്ടാൽ കിട്ടുമോ? കിട്ടൂല. സാധനം ഡമ്മി സാധനം, ഒറിജിനലേ അല്ല. ഒറിജിനൽ അവിടുത്തെ ആണെങ്കിൽ കിട്ടും, ഇത് ഒറിജിനലേ അല്ല, വേസ്റ്റ്. ഗൈസ് തീർന്നിട്ടില്ല കേട്ടോ. ഇത് വാങ്ങിയ ആൾക്ക് നമ്മളോട് ചിലതൊക്കെ പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഇത് വാങ്ങാനുള്ള കാരണം, ഈ 25,000 രൂപ കൊടുത്ത് ഈ ഒരു iPhone 16 Pro Max വാങ്ങേണ്ട കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ ആൾക്കാരാണ്. അപ്പോൾ 2 പിള്ളേർ ഇവിടെ ഉണ്ട്, അമ്മയാണ് അവിടെ നിന്ന് വന്നത്. അപ്പോൾ 2 പിള്ളേരും കൂടെ വില കമ്പയർ ചെയ്ത് അവിടെ നിന്ന് വാട്സപ്പിൽ ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇത് മതി സാധനം, ഇവിടെ 1,00,000 പുറത്ത് വില ഉണ്ട്. അവിടെ ആകുമ്പോൾ 25,000 രൂപയുള്ളൂ. അവിടുത്തെ ഇവിടെ ഇന്ത്യൻ മണി നോക്കുമ്പോൾ 25,000 രൂപയുള്ളൂ. വാ ഇത് മതി അമ്മ എന്ന് പറഞ്ഞ് 2 മക്കളും കൂടെ അവിടെ നിന്ന് ഇവിടെ പിടിച്ച് പറിച്ചു. മനസ്സോടെയാണ് ഈ ഫോൺ അവിടെ നിന്ന് 25,000 രൂപ അവിടുത്തെ ഡോളർ കൊടുത്ത് 26 കൊടുത്ത് വാങ്ങിച്ചുകൊണ്ട് ഇവിടെ വന്നത്.
മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടുത്തെ ആൾക്കാരാണ് കുറ്റക്കാരെന്നാണ് ഇത് വാങ്ങിച്ച ആൾ പറയുന്നത്. ഇവിടുത്തെ ആൾക്കാർ വേണം കൊണ്ടുപോകാൻ പറഞ്ഞുകൊണ്ടാണ് വാങ്ങിച്ചത് ഗൈസ്. അപ്പം ഇത് ഗൾഫിൽ നിന്ന് വരുന്ന ആൾക്കാർ നോക്കാവുന്ന, ഗൾഫിലുള്ള ആൾക്കാർ വരുമ്പോഴത്തേക്കും സെറ്റ് ഇല്ലാതെ സെറ്റ് ഒന്നും എടുക്കാതെ എന്നാലും കുഴപ്പമില്ല. സാംസങ്ങിൻ്റെ ഒരുപാട് കോപ്പി ഗൾഫിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഇങ്ങോട്ട്. അവിടെ ഉപയോഗിക്കാം, ഇവിടെ വരുമ്പോഴത്തേക്കും സിം എടുക്കത്തില്ല. ഇതിപ്പോൾ സിമ്മൊക്കെ ഇവിടെ വന്നിട്ട് ഉപയോഗിച്ചെന്നാണ് പറയുന്നത്. എന്ത് വകുപ്പൊന്നും അറിയത്തില്ല. മാക്സിമം അവിടെ നിന്ന് ഗൾഫിൽ നിന്നൊക്കെ വരുന്നവർ സെറ്റിൽ എടുക്കാതെ ഇവിടെ വന്നിട്ട് എടുക്കാം. അതല്ലേ നല്ലത്? ഒന്ന് ആലോചിച്ച് നോക്കിയാണ്. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് കംപ്ലൈൻ്റ് ആക്കി ദൂരെ കളയാൻ കാട്ടി ഇവിടെ എടുക്കാതെ ഇവിടെ വന്നിട്ട് നമുക്ക് ഇവിടെ വന്നിട്ട് ഫ്രഷ് ആയിട്ട് നല്ലൊരു ഫോൺ എടുക്കാം. കയറി ഗൈസ്. ഒരു സബ്സ്ക്രൈബർ ഉണ്ടേ, അങ്ങോട്ടോ. നെക്സ്റ്റ് നല്ല വീട്ടിൽ കാണാം കേട്ടാ. ബൈ. ഒരു ഹായ് എടുത്ത്. ഹായ്.